തിരിച്ചറിയുന്ന ഒരു അഭിഷേകമുണ്ട്. അത് പോകുന്നതല്ല, പോകാൻ വേണ്ടിയുള്ള അഭിഷേകമല്ല. ശുശ്രൂഷയ്ക്ക് അഭിഷേകം ഉണ്ടെന്നുള്ളത് ശരി, യോഗത്തിന് വേണ്ടി സ്പെഷ്യൽ നിയോഗമുണ്ടെന്നുള്ളത് സത്യം, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ രോഗശാന്തിയുടെ ശക്തി ചില നിമിഷം മാത്രമല്ല വ്യാപരിക്കുന്നത്. ആമേൻ. ഇത് കാശുണ്ടാക്കാൻ കുറെ പേര് പറയും, ഇപ്പൊ കാശ് അയക്കണം. ഇപ്പൊ ചിലത് അങ്ങനെയാണ്. ഇപ്പൊ ഈ മോമൻ മെയിലിൽ അയച്ചാൽ ഒക്കത്തില്ല, ഇന്റർനെറ്റ് ഇപ്പൊ ക്ലിക്ക് ചെയ്യണം. മെയിലിൽ അയച്ചാൽ പോയി, പിന്നെ കിട്ടത്തില്ല, കൃപ കിട്ടത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഉള്ള കാര്യമാണ് ഇതൊക്കെ പറയുന്നേ, ഇല്ലാത്തൊന്നല്ല. അപ്പൊ ഇപ്പൊ ഈ മോമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലിക്ക് ചെയ്യൂ, ഇപ്പൊ പണം അയക്കൂ, ഇപ്പൊ കിട്ടും. അങ്ങനല്ല അഭിഷേകം. അഭിഷേകം അതല്ല. നമ്മുടെ മേൽ വന്നിറങ്ങേണ്ട ഒരു അഭിഷേകം, ഏത് ശുശ്രൂഷകന്റെ മേൽ വന്നിറങ്ങണ്ട. ആമേൻ. ആത്മാവ് ഓടി വന്ന് പോകാൻ വേണ്ടി വന്നതല്ല, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, നിങ്ങളുടെ ശരീരത്തിൽ താമസിക്കേണ്ടതിന്, നിങ്ങളുടെ ആളത്വത്തിൽ താമസിക്കേണ്ടതിന്. അതേമേ. വണ്ടിയെ പോകുമ്പോ നമുക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ല. എന്നാൽ സ്വാതന്ത്ര്യമുള്ള ദേശത്ത് വണ്ടിയെ ഓടിപ്പോകുമ്പോ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ ദൈവശക്തിയുടെ വ്യാപാരം പോവും. ഓഫീസിൽ സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും, എങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒന്ന് കൈപിടിച്ച്, ഇനി ഒരു പക്ഷേ കണ്ണടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരു വിടുതൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഒരു വ്യാപാരം പോകത്തക്കവണ്ണം ഉള്ള ഒരു സംവിധാനമാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന് ചേരാത്തതിന്റെ പുറകെ പോകരുത്. ഈ ലോകത്തിന്റെ മോടിക്ക് പിന്നാലെ പോകരുത്. ഇതിന്റെ സിസ്റ്റത്തിന് പിന്നാലെ പോകരുത്. പിൻപറ്റോ, യേശുവിനെ പിൻപറ്റോ. ഒരിക്കൽ സ്ത്രീ ഉള്ള കാശെല്ലാം തീർന്നു. കാശൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീയാണ്. ചികിത്സിച്ചുള്ള കാശ് മുഴുവൻ തീർന്നു എന്ന് മാത്രമല്ല, അവരുടെ യഹൂദ സംസ്കാരം അനുസരിച്ച് അവരുടെ ബ്ലീഡിങ് സമയത്ത് അവർക്ക് പൊതുരോഗത്തിൽ ആരുടെ അടുക്ക വന്നുകൂടാ. അതൊരു അശുദ്ധിയാണ്, ആരെയും തൊട്ടുകൂടാ. അത് രോഗമായിട്ട് മാത്രമല്ല, റെഗുലർ പീരിയഡ്സ് ആണെങ്കിൽ പോലും വന്നുകൂടാ. അങ്ങനത്തെ ഒരു സമൂഹം. പക്ഷെ ഇവക്ക് രക്തസ്രാവമായി വർഷങ്ങൾ പലതായി, രോഗിയാണ്. ഒരു കാരണവശാലും സമൂഹത്തിൽ ആരെങ്കിലും തൊട്ടുപോയാൽ അയാളും കൂടെ അശുദ്ധനാവും. അതാണ് നിയമം. എന്നിട്ട് അവള് പറയാണ്, ഞാൻ പോവും, യേശു യോഗത്തിന് വരുന്നു, ഞാൻ പോവും. ഞാൻ യോഗത്തിന് പോയി പ്രസംഗം കേട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് വരുമെന്നല്ല, ഞാൻ ചെന്ന് അവന്റെ ഉടുപ്പിന്റെ അറ്റം ഒന്ന് തൊടും. തൊട്ടൂടാ, തൊടും, ഞാൻ തൊടും. എന്നെ അവൻ ശപിക്കത്തില്ല, എന്നെ അവൻ ആട്ടിപ്പായിക്കത്തില്ല. എനിക്ക് സൗഖ്യം വരും. കേക്കണേ, അന്നത്തെ സാഹചര്യം അറിയാമോ? അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് സഭാ ട്രസ്റ്റിയുടെ വീട്ടിൽ ഒരു സോക്കേട് സുഖമാക്കാൻ പോകുന്ന സമയത്തായത്. ഇന്നത്തെ ഭാഷയ്ക്കാനൊക്കെ പറയാം, സഭയുടെ ട്രഷററുടെ വീട്ടിൽ സോക്കേട്. അപ്പോഴാണ് ഈ സ്ത്രീ ഇടയ്ക്ക് കയറിയിരിക്കുന്നത്, അതും സീരിയസ് സോക്കേട്. അപ്പൊ കൊച്ചി ചാവാൻ തുടങ്ങുക. അപ്പോഴും ഈ സ്ത്രീ വന്നപ്പോ യേശു പറഞ്ഞില്ല, സഭയിലെ ട്രസ്റ്റിയുടെ വീട്ടിൽ കാര്യം കഴിഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് ഇവിടെ സുഖമാക്കിയിട്ടാ പോയത്. അതിന് ചില സമയം എടുത്തു. അപ്പോഴത്തേക്ക് അവിടെ ചത്തു കഴിഞ്ഞു. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിലേ നമ്മൾ സഭാ ട്രസ്റ്റിയുടെ കാര്യം നോക്കിയിട്ടല്ലേ ബാക്കി ചെയ്യുള്ളൂ. ഇല്ലേ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം അറിയില്ലേ, നമുക്കറിയില്ലേ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. ഹല്ലേലൂയ. ഇതാരുടെയും പ്രശ്നം നോക്കി നിന്നവനല്ലവൻ. സ്തോത്രം. കണ്ടില്ലേ, പാവപ്പെട്ട സ്ത്രീക്കും അറിയാം എന്റെ ആവശ്യം നിവർത്തിക്കാൻ കർത്താവ് തയ്യാറാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരെ, ഏത് കണ്ണ് നിന്നെ മറന്നാലും, ഏത് മുഖം നിന്റെ നേരെ മറച്ചാലും, ഇന്നും എന്നും വീട്ടുകാർ വിട്ടുപോകട്ടെ. സഭയിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവര് തിരിഞ്ഞു നോക്കാതിരിക്കട്ടെ. കഷ്ടത്തിന്റെ രംഗത്ത് ഓടി വന്നൊരു സഹായത്തിന് ഒരാളുമില്ലാതിരിക്കട്ടെ. ഇത് പക്ഷേ ചുമതലക്കാർക്ക് അതിന് തോന്നിയില്ലെന്നിരിക്കട്ടെ, തിരക്കായി പോയതിരിക്കട്ടെ. പക്ഷേ നിനക്കടുത്തിയല്ലാവുന്ന ഒരുത്തരുണ്ട് എന്ന് നീ അറിയണം.
നിന്നെയും അതിന് കിട്ടണം. ഏത് ജനിക്കമുള്ളവരും നിന്നെയും കിട്ടണം. ഏത് പാവപ്പെട്ടവനെയും നിന്നെയും കിട്ടണം. മരണത്തിന് മുൻപാകെ ഒരു മൂല്യമില്ലാത്തവനാണെങ്കിലും നിന്റെ കൈയൊന്ന് തൊടാൻ, നിന്റെ കയ്യിലൂടെ ഒരു ദൈവശക്തിയുടെ വ്യാപാരം പോവാൻ, ഒരു ആത്മകൃപയുടെ വ്യാപാരം പോവാൻ സഹോദരന്മാരെ നിങ്ങളെ കിട്ടണം. സഹോദരിമാരെ നിങ്ങളെ കിട്ടണം. യൗവനക്കാരെ നിങ്ങളെ കിട്ടണം. അതിനു വേണ്ടി ദൈവം തന്റെ പുത്രനെ അനുകരിക്കാൻ നമ്മെ വിളിച്ചു വന്ന് തിരിച്ചറിഞ്ഞുകൊള്ളൂ. കണ്ണടക്കരുത്. ഹല്ലേലൂയ. ഇച്ചിരി ശാരീരിക അസ്വസ്ഥതകൾ വന്നേക്കാം, പക്ഷെ ദൈവത്തിന്റെ ജനത്തെ കിട്ടട്ടെ. ജനത്തിന് എവിടെയും വിടുതലൊരു സ്ഥലമുണ്ടെന്ന് അറിയട്ടെ. അവിടെ ചെന്നാൽ കൈ എന്റെ മേൽ വെക്കുമെന്നറിയട്ടെ. വിടുതലൊരു വചനമുണ്ടാകുമെന്നറിയട്ടെ. അത് നാട്ടിൽ പാട്ടാവട്ടെ. ഞാൻ അവിടുത്തെ കുറിച്ച് വേറൊരു കാര്യം പറയട്ടെ. സാധാരണ ഇപ്പം നിങ്ങൾ ആരോടും, നിങ്ങൾ ആരുടെ മോളാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? തിരിഞ്ഞില്ലായിരിക്കും. ഹലോ, ആരുടെ പേര് പറയും? അപ്പൻ്റെ പേര് പറയും. അമ്മയുടെ പേര് പറയാറുണ്ടോ? ഇല്ല. യഹൂദ സമുദായത്തിൽ അമ്മയുടെ പേര് പറഞ്ഞൊരു ഇടപാടേ ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതുപോലൊക്കെ തന്നെ. ഇപ്പൊ അല്ലാത്ത സമൂഹമായിട്ട് പോലും നിങ്ങൾ അപ്പൻ്റെ പേരേ പറയത്തുള്ളൂ, അമ്മയുടെ പേര് പറയത്തില്ല. യേശുവിൻ്റെ പൂർവ്വ പാരമ്പര്യം എഴുതിയപ്പോൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലെ കുറെ പേരെഴുതി. ആണുങ്ങളുടെ ഒക്കെ പേരെഴുതി, അപ്പന്മാരുടെ പേരെഴുതി. ആ കൂട്ടത്തിൽ ചില അമ്മമാരുടെയും കൂടെ പേരെഴുതി. എല്ലാ അമ്മമാരുടെയും പേര് എഴുതിയില്ല. അതാ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അമ്മമാരുടെയും അപ്പൻ്റെയും കൂടെ പേരെഴുതിയിരുന്നെങ്കിൽ അതൊരു വേറൊരു കാര്യം. പക്ഷെ എഴുതിയപ്പോ അപ്പന്മാരുടെ എല്ലാം പേരെഴുതി, ചില അമ്മമാരുടെയും പേരെഴുതി. ശ്രദ്ധിച്ചു കേൾക്കണേ. ചില അമ്മമാരുടെ പറയാമോ? ആ ചില അമ്മമാരുടെ പേര് പുസ്തകം അറിയാവുന്നവരൊന്ന് പറയാവോ? രൂത്ത്. യെസ്, ഓഫ് കോഴ്സ്, രൂത്ത്. രൂത്ത് നമ്മുടെ ചിന്തയിൽ വളരെ നല്ല ഒരു ചിത്രമാണ്. നമ്മൾ ആത്മീയമായി ചിത്രീകരിക്കുന്നത് കൊണ്ട്. നല്ല ആത്മീയമായിട്ട് ചിത്രീകരിച്ചില്ലല്ലോ. പറയണ ഞാൻ, രാത്രി ഒരുത്തൻ വയലിൽ വന്നപ്പോൾ ഒരു പെണ്ണ് രാത്രിയിൽ അവിടെ ചെന്നു, അവിടെ പോയി കാക്ക പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിക്കുമ്പോഴല്ലേ കാര്യമല്ല മഹത്വമുള്ളതാവുന്നു. അല്ലാതെ പറഞ്ഞാലോ സംഗതി മോശമല്ലേ? അവൾ മോശം ചെയ്തെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ലോകത്തിൻ്റെ ചിന്ത പറയാം. ഓക്കെ, അതിരിക്കട്ടെ. ബാക്കി അടുത്ത് മറിയ. എന്താണ് മറിയ? അത് തുടക്കം അവിടെ അല്ലായിരുന്നല്ലോ. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ. അതിന് മുമ്പെടുത്തി ഉണ്ടായിരുന്നല്ലോ. ആദ്യത്തത് ആളാരെന്നറിയാമോ? അല്ല, അതിന് മുമ്പെടുത്തിയുണ്ട്. രാഹാബിന് മുമ്പെടുത്തിയുണ്ട്. താമാർ. അതാണ് ആദ്യത്തെ പുള്ളി അമ്മ. ആദ്യത്തെ അമ്മയുടെ പേര് കൊടുത്തിരിക്കുന്നത് താമാർ. താമാറിനെ പരിചയമുണ്ടോ? താമാർ എല്ലാവർക്കും പരിചയമില്ലായിരിക്കും, കുറച്ച് പേർക്ക് പരിചയമുണ്ടല്ലോ. അമ്മായിയപ്പനെ പറ്റിച്ച് വഴിക്ക് വെച്ച് ഗർഭിണിയായതാണ് താമാർ. അവളാണ് താമാർ. കേട്ടോ? ആ അമ്മയുടെ പേര് എഴുതിയ കൂട്ടത്തിൽ ഒന്നാമത്തെ പേര് ഇവള്, യേശുവിൻ്റെ അമ്മ. രണ്ടാമത്തെ പേര് രാഹാബ് എന്ന, രാഹാബ് ഇവിടെ വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഫുൾ നെയിം രാഹാബ് എന്ന വേശ്യ. അവിടെ പണി അതായിരുന്നു. അതൊരമ്മ. പിന്നെ ആരാണ്?